നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് രേവതി നക്ഷത്രഫലമാണ്. കർക്കിടക പിറവിയോട് കൂടിയിട്ട് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഒന്നായ രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത്. മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ്. അതിലുപരി ഒരുപാട് സങ്കടഘട്ടങ്ങൾ തരണം ചെയ്യുന്ന, അതിലുപരി വലിയ സാമ്പത്തിക നിലയിലെത്തുമെങ്കിലും പക്ഷേ കയ്യിൽ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. എത്രത്തോളം ക്ഷമിക്കുന്നു അത്രത്തോളം ഭൂമിയോളം ക്ഷമിക്കൂ എന്ന് പറയുന്ന പോലെ അത്രത്തോളം ക്ഷമിച്ചാലും കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിക്കുന്ന കുടുംബങ്ങളും, അതിലുപരി പുറമെയുള്ളവർക്കും നിഷ്പ്രയാസം ഏതൊരു തെറ്റും ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യമുള്ള ബന്ധുമിത്രാദികളാണ്. എല്ലാം ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോകുന്ന രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന സമയമാണ്. അതിലുപരി ചെറിയ പ്രായത്തിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ചു എങ്കിലും 23 വയസ്സിന് ശേഷം വലിയ മാറ്റങ്ങളോ ഇല്ലെങ്കിലും ചെറുതായിട്ടുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. 34 വയസ്സിന് ശേഷം ആഗ്രഹസാഫല്യം, അതുപോലെ ഒരു മനോധൈര്യം കൂടി പ്രത്യേകത ഉണ്ടാവുന്ന ഒരു സമയഘട്ടങ്ങളാണ്. ഏതൊരു കാര്യത്തിന് പുറപ്പെടുന്ന ആ സാഹചര്യം നേരിട്ട് എന്തും തരണം ചെയ്യും എന്നുള്ള മനോധൈര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമയമാണ്. എത്ര കണ്ട് ക്ഷമിച്ചു എന്ന് പറയുന്നു എങ്കിലും മറ്റുള്ളവരുടെ വെറുപ്പുകൾ സമ്പാദിക്കുന്ന വ്യക്തികളാണ്. ഏതൊരു സാഹചര്യത്തിലും എത്രയൊക്കെ ക്ഷമിച്ചാലും മറ്റുള്ളവർക്ക് കുറ്റം കുറവും കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മറികടക്കാമെന്ന് മനസ്സിലാഗ്രഹിച്ചാലും കുറ്റങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മറികടക്കാവുന്ന സമയമാണ്. വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് വരുന്നത്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുവാനാണ് താല്പര്യം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഏതൊരു കാര്യത്തിനും പുറപ്പെടുന്ന വ്യക്തികളല്ല. സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നേറുക എന്നാണ് ഇവരുടെ മനോധൈര്യം എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തിലും വിജയം കരസ്ഥമാക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് പെരുമാറുന്നു. അതുതന്നെയാണ് ഇവരുടെ വിജയം. സഹകരണ മനോഭാവത്തോടു കൂടി പെരുമാറുമെങ്കിലും മറ്റുള്ളവർക്ക് അതത്ര ഇഷ്ടാവില്ല. കുടുംബത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതം സന്തോഷപ്രദമാവണം എന്ന് കരുതി എല്ലാം ക്ഷമിച്ചും സങ്കടങ്ങൾ ഒതുക്കിയും കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. എന്നാലും സന്തോഷത്തിന് കുറച്ച് കുറവുള്ള സമയമായതിനാൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുന്നതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കൈവരുന്നതാണ്. സാമ്പത്തിക നേട്ടം ഉന്നതിയിലെത്തുന്ന സമയഘട്ടമായതിനാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ്. അതിനാൽ എല്ലാവർക്കും വേണ്ടാത്ത ആ വ്യക്തി ഇന്ന് നമ്മുടെ എല്ലാം നല്ലൊരു വ്യക്തി എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടായിരിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളോട്. അതിലുപരി സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാവട്ടെ. എല്ലാ സർവൈശ്വര്യവും സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവിതവും സന്താനങ്ങളാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലി കൈവരുന്നതാണ്. ധനപരമായിട്ട് വളരെ മുന്നേറുന്ന സമയഘട്ടത്തിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിലുപരി വാഹനം ഭൂമി വാങ്ങാൻ സമയമായി കാണുന്നു.